بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം, ഹബിഷയിലേക്കുള്ള സ്വഹാബത്തിൻ്റെ ഹിജറ വരെയുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കി. വിശ്വാസം പ്രഖ്യാപിച്ചതോടുകൂടെ കടുപ്പമേറിയ പരീക്ഷണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഏൽക്കേണ്ടി വന്നത്. ദുർബലരായിരുന്നു അവർ. സാമ്പത്തികമായി എല്ലാ അർത്ഥത്തിലും ദുർബലതകൾ നിറഞ്ഞു നിന്നിരുന്ന ഘട്ടമാണ് അബസീനിയയുടെ ഹിജറ വരെയുള്ള ഭാഗം. ഇതിനൊരാശ്വാസമായി തീർന്ന ഇസ്ലാം സ്വീകരണമാണ് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം. ഹംസ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാൻ, ഉപ്പയുടെ സഹോദരനാണ്. അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെയും ഹാലയുടെയും മകനാണ് ഹംസ. അബ്ദുൽ മുത്തലിബ് ഫാത്തിമ ദമ്പതികളുടെ മകനാണ് അബ്ദുള്ള. ആ അബ്ദുള്ളയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയുടെ ഉപ്പയുടെ സഹോദരൻ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അബ്ദുള്ളയുടെയും ഉപ്പ ഒന്നാണ്, ഉമ്മ വ്യത്യാസമുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൊഫയുടെ അരികിലിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിച്ച വ്യക്തിയാണ് അബൂജഹൽ. റസൂലുള്ളാഹിയുടെ അരികിലൂടെ അബൂജഹൽ കടന്നു വരുന്നു. ഫഅദാഹു വശതമഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസഭ്യം പറയുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂജഹൽ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഇതവിടെ കൂടി നിൽക്കുന്ന ആളുകൾ നോക്കുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഖിതുൻ ലാ യുക്കല്ലിമുഹു, റസൂലുള്ളാഹി മൗനം പാലിച്ചു. റസൂലുള്ളാഹി ഉപദ്രവിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരുക്കൻ സംസാരങ്ങൾ നിർവഹിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി മൗനമായിരുന്നു. ഒരു വാക്കുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചില്ല. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ഈ സമയം വേട്ടക്ക് പോയതാണ്. വേട്ടയിൽ അഗ്രഗണ്യനാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. അറബികൾക്കിടയിലെ ധീരനാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. ഈ ഒരു രംഗം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇല്ല. ഹംസ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു വരുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ജദആൻ, അദ്ദേഹത്തിൻ്റെ ജാരിയ, അവർ നടന്ന കാര്യങ്ങൾ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയിച്ചു. ഇതാ നിങ്ങളുടെ സഹോദരപുത്രനെ അബൂജഹൽ ആക്രമിച്ചിരിക്കുന്നു. വളരെ മോശമായ സംസാരം അദ്ദേഹത്തോട് നിർവഹിച്ചിരിക്കുന്നു. ഹംസ റളിയല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, എന്താണ് മുഹമ്മദിൻ്റെ പ്രതികരണം? അദ്ദേഹം മൗനം പാലിച്ചു. അദ്ദേഹം ഒരു വാക്കുപോലും തിരിച്ചൊന്നും പറഞ്ഞില്ല, തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. ഇത് കേട്ടതും കോപാകുലനായി ഹംസ റളിയല്ലാഹു തആല അൻഹു അബൂജഹലിനെ തെരഞ്ഞു നടക്കുകയാണ്. അബൂജഹൽ തൻ്റെ ജനതയുടെ കൂടെ ഇരിക്കുകയാണ്. ചുറ്റും നേതാക്കന്മാരുണ്ട്, കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ സംസാരത്തിലാണ്. ആ ആൾക്കൂട്ടത്തിലേക്ക് അബൂജഹലിനെ ലക്ഷ്യമാക്കി ഹംസ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്ന് തൻ്റെ കയ്യിലുള്ള വില്ലുകൊണ്ട് അബൂജഹലിൻ്റെ തലക്കടിക്കുകയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. തലക്കടിച്ചു എന്ന് മാത്രമല്ല, തലയിൽ ശക്തമായ പരിക്കുപറ്റി. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതസ്തുമു ഇബ്ന അഖി അന അലാ ദീനിഹി അഖൂലു മാ യഖൂൽ. എൻ്റെ സഹോദരപുത്രനെ നീ തോന്നിവാസം പറയുകയോ? എങ്കിൽ അബൂജഹലെ നീ അറിഞ്ഞോ,
ഞാനും മുഹമ്മദിൻ്റെ മതത്തിലാണ്. മുഹമ്മദ് എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ഞാനും പറയുന്നു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ ഇതുവരെ അൽ അമീൻ എന്ന് വിളിച്ച, എല്ലാവരും സ്വീകരിച്ച മുഹമ്മദിനെ നിങ്ങൾ പ്രഹരിച്ചത്. എങ്കിൽ ഇതാ ഞാനും അത് പ്രഖ്യാപിക്കുകയാണ്. മുഹമ്മദ് കൊണ്ടുവന്ന ദീനിൽ ഞാനുമുണ്ട് എന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ബനു മഖ്സൂം ഗോത്രക്കാരനായ ഒരാൾ അബൂജഹലിനു വേണ്ടി ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഫഖാല ലഹും അബൂജഹൽ, ഉടൻ അബൂജഹൽ പറഞ്ഞു, ദഉ അബ ഉമാറ, അബു ഉമാറയെ നിങ്ങൾ വിടൂ, അഥവാ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾ വിട്ടേക്കുക. ഫഇന്നി വല്ലാഹ് ഖദ് സബബ്തു ഇബ്ന അഖി സബ്ബൻ കബീഹ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനെ ഞാനാണ് മോശമായി സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഹംസയെ നിങ്ങൾ തല്ലരുത്, ഹംസയോട് നിങ്ങൾ കയർക്കരുത് എന്ന് അബൂജഹൽ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. കോപാകുലനായി ഹംസ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് മടങ്ങുന്നു. ആളുകൾ നോക്കി നിൽക്കെയാണ് ഇസ്ലാം പ്രഖ്യാപിച്ചത്. പക്ഷെ അത് പഠിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ആദർശം ഹൃദയത്തിൽ തട്ടിയല്ല, ആ ഒരു വൈകാരികതയിലാണ് ആദ്യം ഹംസ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിനെ പ്രഖ്യാപിക്കുന്നത്. തിരിച്ച് വീട്ടിലേക്കെത്തി ശൈത്താൻ ദുർമന്ത്രണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കൈഫ തറക്ത ദീന കൗമിക്, ഹംസ, എങ്ങനെയാണ് നിന്റെ ജനതയുടെ ദീൻ നിനക്ക് ഉപേക്ഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിനക്ക് ഒരു പുത്തൻവാദം സ്വീകരിക്കാൻ കഴിയുക? അങ്ങനെ സന്മാർഗം കാണിക്കണേ എന്ന് ആ രാത്രി ഹംസ റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇൻ കാന റുഷ്ദൻ ഫജ്അൽ തസ്ദീഖഹു ഫീ ഖൽബി എന്ന് പ്രാർത്ഥിച്ച് ആ രാത്രി അദ്ദേഹം കഴിച്ചുകൂട്ടി. ഒരു രാവ് കടന്നുപോയി. സത്യം തേടിയുള്ള പ്രാർത്ഥനകൾ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മനസ്സിലുണ്ട്. അടുത്ത ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരുന്നു. റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഹൃദയം തൊട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. സഹോദരപുത്രൻ, ഉപ്പയുടെ സഹോദരപുത്രൻ എന്നതിനപ്പുറത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റളാഅത്തിലുള്ള സഹോദരനാണ്, മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. 2 വയസ്സ് വ്യത്യാസമാണ് ഹംസ റളിയല്ലാഹു തആല അൻഹും റസൂലുള്ളാഹിയും തമ്മിലുള്ളത്. അപ്പോൾ കളിക്കൂട്ടുകാരാണ്, ഒന്നിച്ചു വളർന്നവരാണ്. തൻ്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. ഖുറൈശികൾ ഇത് തിരിച്ചറിഞ്ഞു. ഇതാ മുഹമ്മദിൻ്റെ ഇസ്സത്ത് വർദ്ധിച്ചിരിക്കുന്നു. ഇനി പ്രതിരോധിക്കാൻ ആളുണ്ട്, ഇനി ചോദിക്കാൻ ആളുണ്ട്. ദുർബലനായ അല്ലെങ്കിൽ വലിയ ശക്തരായ അണികളില്ലാത്ത ഒരാളല്ല, ഹംസ കൂടെയുണ്ട് എന്ന് ഖുറൈശികൾ തിരിച്ചറിയുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തി പകർന്നു. അദ്ദേഹത്തിൻ്റെ ഉഹദിലെ രക്തസാക്ഷ്യം വരെ. സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കള്ളക്കഥകൾ പ്രചരിക്കാറുണ്ട്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഹിന്ദിലേക്ക് ചേർത്തുകൊണ്ട് ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നെഞ്ചു വിളർത്തി ഹിന്ദ് കരൾ പുറത്തേക്കെടുത്തു, അത് കടിച്ചു തുപ്പി എന്ന രൂപത്തിലൊക്കെ ഹിന്ദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ എന്താണ് ആ സംഭവം? മഹാനായ ഉബൈദുല്ലാഹ് ഇബ്നു അദി, ജഅഫർ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമ രണ്ടുപേരും ഒരു യാത്ര പോവുകയാണ്. അവർ ഹിംസിലെത്തി. ഹിംസ് എന്ന് പറഞ്ഞാൽ വഹ്ഷിയുടെ നാടാണ്. വഹ്ഷിയാണല്ലോ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചത്. വഹ്ഷി അബ്ദാണ്, അടിമയാണ്. വഹ്ഷിയുടെ കുന്തമേറ്റുകൊണ്ടാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയാകുന്നത്. സ്വഹാബികൾ വഹ്ഷിയെ കണ്ടുമുട്ടി. അവർ വഹ്ഷിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചത്? എന്താണ് അതിൻ്റെ കാരണം? അതിന് വഹ്ഷി തന്നെ, വധിച്ച കുന്തമറിഞ്ഞ വഹ്ഷി തന്നെ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ജുബൈർ ഇബ്നു മുത്ഇം, അദ്ദേഹമായിരുന്നു വഹ്ഷിയുടെ യജമാനൻ.
അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാളെ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉഹദിൽ വധിച്ചിട്ടുണ്ട്. ബദറിൽ വധിച്ചിട്ടുണ്ട്. ബദറിൽ 3 ആളുകളെയാണ് ഹംസ റളിയല്ലാഹു തആല വധിച്ചിട്ടുള്ളത്. 1 ഉത്ബയാണ്, 2 ഷൈബയാണ്, 3 തുഐമ. ഈ തുഐമ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബക്കാരനാണ്. അതിന് പ്രതികാരം തീർക്കാൻ ജുബൈർ വഹ്ശിയോട് പറയുകയാണ്, ഇൻ ഖതൽത ഹംസ ഫഅൻത ഹുർറുൻ. നീ എങ്ങനെയാ ഹംസയെ വധിച്ചു കഴിഞ്ഞാൽ ഫഅൻത ഹുർറുൻ, നീ സ്വതന്ത്രനാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു തആല വധിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹു തആല വധിക്കണം എന്ന ആഗ്രഹവുമായിട്ടാണ് ഉഹദിലേക്ക് വഹ്ശി എത്തുന്നത്. ഒരാളെ മാത്രമാണ് വഹ്ശി ഉഹദിൽ വധിച്ചിട്ടുള്ളത്, വേറൊരാളെയും വധിച്ചിട്ടില്ല. ഹംസ റളിയല്ലാഹു തആല മാത്രമാണ് വഹ്ശി വധിച്ചിട്ടുള്ളത്. അതെന്തിനാണ്? ഒരു അടിമയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹം. നേരെ മുന്നിൽ ചെന്ന് ഹംസ റളിയല്ലാഹു തആലയോട് പോരാടാൻ കഴിയില്ല. ഉത്ബയെ വധിച്ച, ഷൈബയെ വധിച്ച പോരാളിയാണ് ഹംസ റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ ദൂരെ മാറി നിന്ന് കൃത്യം ഹംസ റളിയല്ലാഹു തആല ലക്ഷ്യം വെച്ച് കുന്തമെറിഞ്ഞു. ആ കുന്തം അടിവയറ്റിൽ, ഹംസ റളിയല്ലാഹു തആലയുടെ അടിവയറ്റിൽ പതിക്കുകയും അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. പിന്നീട് ഹംസ റളിയല്ലാഹു തആലയുടെ ശരീരം മുശ്രിക്കുകൾ വികൃതമാക്കിയിട്ടുണ്ട്. അതിൽ ഹിന്ദിന് പങ്കില്ല. മുശ്രിക്കുകൾ അവരുടെ പക തീർത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദ് ബിൻത് ഉത്ബ അവരെക്കുറിച്ച് ഇത് പറയുന്നത്? അത് പലപ്പോഴും മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ മോശമാക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ്. ഹിന്ദ് ബിൻത് ഉത്ബയുടെ മകനാണ് മുആവിയത്തു ബിനു അബി സുഫിയാൻ. അപ്പൊ സ്വാഭാവികമായി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഒരുപാട് ഇല്ലാ കഥകൾ പിൽക്കാലഘട്ടത്തിൽ ഷിയാക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവർ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കരള് ഹിന്ദ് കടിച്ചു തുപ്പി, അവിടെ നൃത്തം ചെയ്തു, നെഞ്ചു പിളർത്തി എന്നിങ്ങനെയുള്ള ചരിത്രത്തിൽ സ്ഥിരപ്പെടാത്ത, അവരെ മോശമാക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പല കഥകളും പറഞ്ഞു വരത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിന്ദ് അവർ സഹാബ വനിതയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ വഹി എഴുത്തുകാരനാണ്. ഇവർക്കെല്ലാം എത്രയോ ഫളലുകളുണ്ട്. അതുകൊണ്ട് ചരിത്രത്തെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജ്റയുടെ 8 മക്ക വിജയത്തിന് ശേഷം വഹ്ശി പേടിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് നാടുവിടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചത് മറ്റൊരു സഹാബി വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. പ്രവാചകന്റെ മുന്നിലേക്ക് പേടിച്ചുകൊണ്ട് ദുഃഖം തളം കെട്ടി ഹംസ റളിയല്ലാഹു തആല വധിച്ചതിലുള്ള അങ്ങേയറ്റത്തെ പ്രയാസത്തോടുകൂടെ റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നു നിൽക്കുന്ന വഹ്ശിയെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, അൻത വഹ്ശി, നീയാണോ വഹ്ശി, നിങ്ങളാണോ വഹ്ശി? നഅം, അതെ. അൻത ഖതൽത ഹംസ, നിങ്ങളാണോ ഹംസയെ വധിച്ചത്? വൈകാരികമായൊരു ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച വഹ്ശി മുന്നിൽ നിൽക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ആ നിൽപ്പ്. നിങ്ങളാണോ ഹംസയെ വധിച്ചിട്ടുള്ളത്? നഅം, അതെ, ഞാനാണത് ചെയ്തത് എന്ന് നിറമിഴികളോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുന്നിൽ പറയുന്ന വഹ്ശിയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിക്കേണ്ടത്, ഹംസ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലാണ്. വധിച്ച വഹ്ശി ഇന്ന് പേര് കേട്ടാൽ നമ്മൾ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയണം. അദ്ദേഹവും സഹാബിയാണ്, ഏൽപ്പിച്ചതും സഹാബിയാണ്. അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം ഒരു മനുഷ്യന്റെ പാപങ്ങളെ കഴുകി ശുദ്ധമാക്കും. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചതിനുള്ള പ്രതികാരം, ആ കുറ്റബോധം, ആ സങ്കടം വഹ്ശി തീർത്തത് യമാമയിൽ മുസൈലിമത്തുൽ കസ്സാബിനെ വധിച്ചുകൊണ്ടാണ്. മുസൈലിമയെ വധിച്ച് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ എങ്ങനെയാണോ വധിച്ചത് അതുപോലെ മുസൈലിമയെ വധിച്ചുകൊണ്ട് വഹ്ശി തൻ്റെ ആ ഒരു സങ്കടം അദ്ദേഹം തീർത്തു. അപ്പോൾ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം
അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകിയ ആശ്വാസം ചെറുതല്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായകമായ ഏടാണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പ്രവാചക ചരിത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.